വ്യൂ പോയിന്റിലേക്ക് പ്രവേശിക്കുന്നതിനായി പ്രത്യേകം എൻട്രി പാസ് ഉണ്ട്. 20 രൂപയാണ് അങ്ങോട്ടേക്കുള്ള പ്രവേശന ഫീസ്. അങ്ങനെ ഗൈസ്, നമ്മൾ കാന്തല്ലൂരുള്ള ഭ്രമരം സിനിമയുടെ ഷൂട്ടിംഗ് പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. കമോൺ കാന്തല്ലൂർ ഇപ്പോൾ ഇച്ചിരി വെയിലായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായി. രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, കോടയൊക്കെ നിറഞ്ഞിട്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. വാ. മോളിൽ കയറാം. കയറാം. ഇതിവിടുത്തെ ഏർമാടമാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഏർമാടത്തിലേക്ക് നമുക്ക് കയറി നോക്കാം. അവിടുത്തെ കാഴ്ച എന്താണെന്ന് അറിയാലോ. ഹായ്. ഇവിടെ ഇത്രയും പൊക്കം വരെ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേലേക്കുള്ള ഭാഗങ്ങളൊക്കെ മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കെന്തായാലും മുകളിലെ കാഴ്ചകൾ കാണാം. ഒരു നോക്കിക്കണം കേട്ടോ, സൂക്ഷിക്കണം. സൂക്ഷിക്കാനോട്ട് തലയിടിക്കില്ല കേട്ടാ. ഇതാ പാറാട്ടമുള്ള, ഇതിലൊരു ആട്ടമുണ്ട് കഴിച്ച്. ചെറിയ ആട്ടം നല്ലതാണ്, മറ്റേ ചെന്തെങ്ങിൻ്റെ കൊല ആടർന്ന് പറഞ്ഞ പോലെ. ചെറിയൊരു പേടി. ഇറങ്ങാൻ അപ്പോൾ നമ്മൾ കാന്തല്ലൂരുള്ള ഏർമാടത്തിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ്. ഭ്രമരം സിനിമയുടെ ഷൂട്ടിംഗ് പോയിൻ്റാണ്. അപ്പം ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ. ഒത്തിരി ആളുകളൊക്കെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള വ്യൂസ് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാന്തല്ലൂർക്ക് വരെ, കാന്തല്ലൂർ വന്നിട്ട് ഭ്രമരം ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞ് അന്വേഷിച്ചാൽ മതി, തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. എന്തുപാട്ടാണ് കുതിര ഉണ്ടല്ലോ അവിടെ. എടാ കുതിര ഉണ്ടല്ലോ. ഇപ്പോൾ ഉണ്ടോ, മമ്മി എനിക്ക് തന്നില്ല. എടാ അടിക്കാറുണ്ടേ. ഇത് രണ്ടാമത്തെ ട്രീ ഹൗസാണ്. കയറി നോക്കാം. വാ, സൂക്ഷിച്ചു തരണം കേട്ടോ.
തലയിടിക്കരുത് കേട്ടോ മേളിൽ. വാ കയറ്. സൂക്ഷി. അപ്പം ട്രീ ഹൗസിൻ്റെ രണ്ടാമത്തെ ട്രീ ഹൗസിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അടിപൊളിയാണ് ഗൈസ്. വാ. സൂക്ഷി. ബ്രോ ഇവിടെ കണ്ടോ? ഇവിടെ കിടന്ന് ഇറങ്ങാൻ നല്ല രസം കേട്ടോ. സെറ്റപ്പ് സ്ഥലം. ഓ മാൻ. ഇച്ചിരി ഇറങ്ങി പോകാൻ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. വളരെ നിറയെ കോടയൊക്കെ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ ആ പോയിന്റിലേക്ക് നമുക്ക് പോയി നോക്കാം. ഓക്കെ. പൊളി വൈബ്. കോട ചാതി കോട വന്ന് നോക്കി മോനെ. മക്കളെ കാന്തല്ലൊരു കോട കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാന്തല്ലൊരു കോട. നല്ല കാറ്റാണ് guys. എടാ മഴയുടെ കാറ്റ് വന്നു ഗൈസ്. കാറ്റ് വന്നിട്ട് ഞങ്ങളെല്ലാവരും ഓടിപ്പോവാ. എല്ലാവരും ഓടിപ്പോവാണ് കാറ്റ് വന്നിട്ട്.
മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വേഗത്തിൽ തിരിച്ചു പോകാനായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. മനോഹരമായ പൂന്തോട്ടമെല്ലാം വച്ചുപിടിപ്പിച്ചിരിക്കുന്ന ഒരു കുടിലാണ് അതിനു മധ്യയായി ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തോടെ ഞങ്ങൾ അതിനകത്തേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് അവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങളെ കണ്ട് അവിടേക്ക് കടന്നു വന്നത്. അതിനകത്ത് എന്താണെന്നറിയാൻ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കടന്നു. ഷൺമുഖൻ എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. ഈ ചേട്ടനാണ് ഇവിടെ ഇതെല്ലാം കച്ചവടം ചെയ്യുന്നത്. മുകളിലായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന വെളുത്തുള്ളികൾ കാണാൻ സാധിച്ചു. ഈ കുപ്പികളിലെല്ലാം കാണുന്നത് കാട്ടുതേനാണ് കേട്ടോ. ഇതെല്ലാം കാടുകളിൽ പോയി നേരിട്ട് ശേഖരിച്ചതാണെന്നാണ് ഇവർ പറഞ്ഞത്. തൊട്ടടുത്ത് തന്നെ ചെറുകുപ്പികളിൽ ഈ നിറച്ചു വച്ചിരിക്കുന്നത് യൂക്കാലിപ്സ് തൈലവും പുൽത്തൈലവുമാണ്. ഇത് സാമ്പിൾ കുപ്പികളാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തു പിടിച്ചിരിക്കുന്നത്. അല്പം അതിൽ നിന്ന് മണത്ത് നോക്കി അതിൻ്റെ മണമറിയാൻ ഞങ്ങൾ ശ്രമിച്ചു. വളരെ നല്ല ക്വാളിറ്റിയുള്ള മണമാണ് രണ്ടിനും. 100 രൂപ മുതൽ ആണ് ഈ കുപ്പികൾക്ക് വില. തൊട്ടു താഴെയായി ധാരാളം ഓറഞ്ചും പേരയ്ക്കയും വെളുത്തുള്ളിയും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ഇതെല്ലാം വിൽക്കുവാനുള്ളതാണ്. ഇതൊക്കെയും ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വലിയ അടുപ്പിന് മുകളിലിരിക്കുന്ന പാത്രത്തിലാണ് പുൽത്തൈലം നിർമ്മിക്കുന്നത്. താഴത്തെ ഭാഗത്തായി തീ കത്തിച്ച ശേഷം ഇതിനുള്ളിൽ പുൽത്തൈലത്തിനുള്ള പാകമായ ഇഞ്ചിപ്പുല്ല് നിറയ്ക്കുന്നു. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം നിറയ്ക്കുന്നു. വെള്ളം തിളച്ച ശേഷം അതിലൂടെ നീരാവി മുകളിലേക്ക് ഉയരുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്തായി ഘടിപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലൂടെ നീരാവി തണുത്ത് ദ്രാവകമായി മാറുന്നു. ഈ ദ്രാവകത്തിൽ പുൽത്തൈലവും വെള്ളവും കലർന്നിരിക്കും. ഇത് പുറത്തിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് വേർതിരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തൈലം എണ്ണയ്ക്ക് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ അത് മുകളിൽ പാളിയായി വേർതിരിഞ്ഞു വരും. ഇതിനുശേഷം ഈ തൈലം ചെറുകുപ്പികളിലാക്കി സൂക്ഷിക്കുന്നു. മനോഹരമായ പൂന്തോട്ടമാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനൊത്ത നടുവിലായി കാണുന്ന കുഞ്ഞൻ ആപ്പിൾ മരവും കാണുവാൻ സാധിച്ചു. പെയ്ത മഴയിൽ നനഞ്ഞിരിക്കുന്ന കുഞ്ഞൻ ആപ്പിളുകളെ കാണുവാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. കാന്തല്ലൂരിലെ ഭ്രമരം വ്യൂ പോയിന്റിലെ കാഴ്ചകളെ എല്ലാം വളരെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിക്കുകയാണ്. ഷൺമുഖൻ ചേട്ടനോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി. ഇത്രത്തോളം ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തായാലും വന്നത് വെറുതെ ആയില്ല. യാത്രാപ്രേമികൾ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കാന്തല്ലൂർ. ഭ്രമരം വ്യൂ പോയിന്റിലേക്കുള്ള യാത്രാമധ്യേ തന്നെ കാണുവാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകതയുള്ള ഇടമാണ് ഹണി റോക്ക്. ഈ കാണുന്ന കൂറ്റൻ പാറകളുടെ മുകളിലായി കൂട്ടമായി കാണപ്പെടുന്ന തേനീച്ചക്കൂടുകളാണ് ഇവിടുത്തെ കൗതുകം. മെയിൻ റോഡിൽ നിന്നും 600 മീറ്ററോളം അകത്തേക്ക് നടന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ തേനീച്ച കൂടുകൾക്ക് അരികിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഈ വലിയ പാറകൾക്ക് അരികിലൂടെ കാണപ്പെടുന്ന ഈ ഇടുങ്ങിയ വഴിയിലൂടെ മുകളിലോട്ടാണ്
ഈ തേനീച്ചക്കൂടുകൾ കാണേണ്ടതിന് നാം എത്തിച്ചേരേണ്ടത്. എങ്കിൽ മാത്രമേ തേനീച്ചക്കൂടുകളെ വ്യക്തമായി കാണുവാൻ സാധിക്കത്തുള്ളൂ. ഇത് ഹണി കോമ്പാണ് അതിൻ്റെ മുകളിൽ കാണണേ. ഇത് കണ്ടോ, ഇത് നിറയെ ഹണി കോമ്പ്, തേനീച്ചക്കൂട്. ഹണി കോമ്പ് കാണാൻ പറ്റണേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. കണ്ടോ, വൈറ്റ് കളറിൽ കാണണേ. തേനീച്ചയുണ്ട് ധാരാളം. എന്താ വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിൽ. അതിനുശേഷം ഞങ്ങൾ മറയൂറുള്ള ജാഗറി യൂണിറ്റിലേക്കാണ് എത്തിച്ചേർന്നത്. ഈ കാണുന്നതാണ് ശർക്കര അല്ലെങ്കിൽ ജാഗറി ഉണ്ടാക്കുന്ന സ്ഥലം. കരിമ്പിൽ നിന്നും ശർക്കര വേർതിരിച്ചെടുക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ. മറയൂർ ശർക്കര അല്ലെങ്കിൽ ജാഗറി എന്നത് വളരെ അറിയപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൻ്റെ ഒരു കാർഷിക ഉൽപ്പന്നമാണ്. ഇടുക്കി ജില്ലയിലെ മറയൂർ, കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിൽ സാധാരണയായി കൃഷി ചെയ്തു വരുന്ന ഒന്നാണ് കരിമ്പ്. പ്രത്യേകിച്ച് മുതുവ ഗോത്രത്തിലെ കർഷകരാണ് ഈ കരിമ്പിൻ കൃഷി ചെയ്യുന്നതും അതിൽ നിന്നും ശർക്കര വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ മറയൂർ, കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിൽ സാധാരണയായി കരിമ്പിൻ കൃഷി ചെയ്തു വരുന്നു. കരിമ്പിൻ ജ്യൂസിൽ നിന്നും ശർക്കര വേർതിരിക്കുന്നതിനായി കരിമ്പിൻ ജ്യൂസ് മെഷീനിൽ നിന്നും ശേഖരിച്ചതിന് ശേഷം മുന്നിൽ കാണുന്ന വലിയ സിലിണ്ടർ ആകൃതിയിലുള്ള പാത്രത്തിൽ ശേഖരിച്ചു വയ്ക്കുന്നു. അതിൽ നിന്നും പിന്നീട് മുന്നിൽ കാണുന്ന ഈ വലിയ പാത്രത്തിലേക്ക് കരിമ്പിൻ ജ്യൂസ് കുറേശ്ശെയായി ഒഴിക്കുന്നു. ഈ പാത്രത്തിലായിരിക്കുന്ന കരിമ്പിൻ ജ്യൂസ് ശക്തമായി തിളച്ച് ശർക്കര വേർപെടാൻ ആരംഭിക്കുന്നു. ഇത് എത്ര മണിക്കൂർ ഇത് ഇങ്ങനെ തിളപ്പിക്കണം? എടുക്കണമെങ്കിൽ 3.5 മണിക്കൂർ വേണം. പൊടിയാക്കണമെങ്കിൽ 4 മണിക്കൂർ വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇതിൻ്റെ നീര് മാത്രമാണോ? കരിമ്പിൻ്റെ നീര് മാത്രമാണ്, വെള്ളമൊന്നും ചേർക്കത്തില്ല? ഇല്ല. ഓക്കെ. അത് വറ്റി വരുമ്പോൾ ഓക്കെ ചോറ് നമുക്ക് പദമാക്കും. അങ്ങനെ നോക്കും. അത് കൈ കൊണ്ട് പിടിച്ച് കൈ വെച്ച് ഉരുട്ടി വെക്കണേ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റ് വെച്ച് തന്നെയാണ് ഇത് കത്തിക്കത്തുള്ളൂ അല്ലേ? ചണ്ടി വെച്ചിട്ട്. ഓക്കെ. വേറെ ഏതെങ്കിലും വെച്ച് കത്തിക്കുമ്പോൾ ഈ ചണ്ടി പോകില്ല. ഓ. അപ്പോൾ ഇത് മൊത്തം ഹീറ്റായിട്ട്. ഓ. ഇതാണെങ്കിൽ കിണ്ടി കളയുമ്പോൾ മൊത്തം താഴെ പോകും. ഓക്കെ ഓക്കെ. എന്താ ചേട്ടൻ്റെ പേരെന്നെ? വീരമണി. ഇങ്ങ പക്കത്തിൽ ഇരിക്ക. ഇങ്ങ കിലോക്ക് എത്ര? 80 തൊട്ട് 600 വരെ. 200. ഓക്കെ ഓക്കെ. ഇതിൻ്റെ അത് ഫ്ലേവർ ഏതാവത് ചേർക്കുമോ? ഏലക്ക. താങ്ക് യു അണ്ണ. താങ്ക് യു. മറയൂരിൽ ധാരാളമായി ഇത്തരത്തിലുള്ള ജാഗറി യൂണിറ്റുകൾ നമുക്ക് മറയൂർ, കാന്തല്ലൂർ യാത്രകളിൽ കാണുവാൻ സാധിക്കും. കാന്തല്ലൂരിന് ചുറ്റുമുള്ള വനങ്ങളിൽ, പ്രത്യേകിച്ച് അടുത്തുള്ള ചിന്നാർ വന്യജീവി സങ്കേതത്തിലും ആനമുടി ഷോലൈ ദേശീയ ഉദ്യാനത്തിലും മാനുകളെ കാണപ്പെടുന്നു. ഇവിടെ പുള്ളിമാനുകളും
സാമ്പാർ മാനുകളും സാധാരണമാണ്. കാന്തല്ലൂരിനും ചിന്നാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മറയൂർ ചന്ദനക്കാടുകളിലും ഈ മൃഗങ്ങളെ കാണുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലാണ് സജീവമായി ഇത്തരം മാനുകളെ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കയറിപ്പോണേ പോണടാ മെമ്മക്കളും ഓടിപ്പോണൊക്കെ എന്ത് ഭംഗി. ഓ ഇൻട്രസ്റ്റ് ആടി പോണ. മനോഹരമായ കാഴ്ചകൾ പകർന്നു തന്ന മറയൂർ കാന്തല്ലൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എങ്കിലും ഗുഡ് ഡേ വ്ളോഗ്സിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും വി ആർ സൈനിങ് ഔട്ട്.